തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൊടകര MBA കോളേജിലെ പഠനയാത്രാ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി അൺഫിൽട്ട് ചേരുകയാണ്. അൺഫിൽട്ട്, ഇന്ന് രാവിലെ ഇപ്പോൾ ഈ അപകട വാർത്ത കേട്ടാണ് നമ്മളൊക്കെ വാർത്തയിലേക്കൊക്കെ കടന്നത്. എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു അപകടം, എന്താണ് അറിയാനാവുന്നത്? തിരുവനന്തപുരം കല്ലമ്പലത്തായിരുന്നു ഈ അപകടമുണ്ടായത്. ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. ഈ 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊടകര MBA കോളേജിലെ പഠനയാത്രാ സംഘത്തിലെ ബസ്സായിരുന്നു. പുലർച്ചെ 3:30 ഇത് അപകടമുണ്ടായത്. അതായത് ഇവർ വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ ഒരു സംഘമായിരുന്നു ബസ്സിൽ. കൊടകര MBA കോളേജിൽ നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള പഠനയാത്രയ്ക്ക് എത്തിയ 40 അംഗ സംഘം ബസ്സിലുണ്ടായിരുന്നു. അതിൽ 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇതിൽ 7ഓളം പേരുടെ നില ഗുരുതരമെങ്കിലും അത് ഒരാളുടെ നില കുറച്ച് സീരിയസ് ആണ്, ഗുരുതരമാണ് എന്ന രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേശീയപാതയിലെ ഒരു സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചെരിഞ്ഞ് അപകടമുണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഒരു വിദ്യാർത്ഥിക്കും അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. 42, കൃത്യമായി പറഞ്ഞാൽ 42 വിദ്യാർത്ഥികൾ ബസ്സിൽ ഉണ്ടായിരുന്നു. ഇതിൽ 3 അധ്യാപകരുണ്ട്. ഒപ്പം തന്നെ 2 ബസ് ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ 2 പേർക്ക് ഇപ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ് എന്ന രീതിയിലും ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പിന്നീട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുമുണ്ട്. നിലവിലെ പരിക്കേറ്റവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അതേസമയം ബസ് ഡ്രൈവർക്കും നിസാര പരിക്കേ ഉള്ളൂ എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.